ഗ്യാങ്സിന്റെ ബാക്കി പോയെ. ചന്ദ്രനെ കോച്ച് എന്തോ ഡീൽ ചെയ്തോണ്ടിരിക്കും, എനിക്ക് ഉറപ്പാ. അങ്ങോട്ട് പോ. ആ സൈഡ് മാർക്ക് കാണുന്നില്ല. ഇല്ല കോച്ച് ഈ ചന്ദ്രനെ എന്തോ ഏജ് പൊക്കിന്ന് പറഞ്ഞ സത്യമാണോ? സത്യം. അവന് പൊക്കിട്ട് എന്ത് ചെയ്ത്? ചെട്ടിയോടെ ഉட்கார വെച്ചിരിക്കാங்க. എവിടെ? അവന്റെ ചോദിച്ചു. ഓക്കെ, இல்லனா இந்த புள்ளி கிடைக்கும், நீ அவனே வெச்சுக்கோ நான் പറഞ്ഞു. എടാ ഗാംഗോസിന്റെ ബാക്കിലോട്ട് വന്നേ, ബാക്കില് ഹോട്ടലിലോട്ട് വന്നേ, അർജന്റാ പെട്ടെന്ന് വന്നു. சோ அவனை தூக்கிட்டு சம்சாரிச்சு என்கிட்ட இந்த மாதிரி வந்துட்டு ഈ പുള്ളിയെ വിടാതെ പീറ്ററെ വിടലனா அப்படின்ட்டு. പീറ്റർ என்கிட்ட இன்னும் ഉണ്ട്, வேற ஒரு இடத்து സ്ഥലத்துல മാറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത ഞാൻ ഇപ്പൊ ഉടനെ കൂപ്പിട്ട് പോയി കാണിക്കാം. ഓക്കെ, പിന്നെ நிறைய வேலை செஞ்சிட்டு இருக்கான் சந்திரா. எனக்கு இன்னொன்னு அலினாவும் இதுல இருக்கா. அலினாவோட இத கூட பீட்டர் வந்து வளருன்னா நேத்து. சோ இவங்க எல்லாம் இத நான் குறைச்சு நம்ம சம்சாரிக்கலாம் முடியும். ചന്ദ്രൻ ചന്ദ്ര അതിന്റെ ഫോൺ ഒന്ന് ഫോൺ തന്നെ. എന്റെ ഫോൺ ഒട്ടും ചാർജ് ഇല്ല, ഒരു കോൾ വിളിക്കാൻ അർജന്റ് ആയിട്ട്. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ടിരിക്കും, ഞാൻ വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്നു. നീ ഇപ്പൊ എന്നെ കോൾ വിളിച്ചായിരുന്നു. അല്ല, അത് വേറെ, അത് കൊച്ചു ഫോണാ. ആ കൊച്ചു ഫോൺ മതി, അതിങ്ങതാ. എനിക്ക് കോൾ വിളിക്കാനാടാ ഒരു ഫോൺ ഉണ്ടല്ലോ. ഇല്ല ബാലൻസ് ഇല്ല. ഐഡി പറയണ 819 നേരെ ഫ്രണ്ടോട് വന്നാ മതി. ഇത് ടാബ്ലറ്റ് അല്ലടാ, ഇതിലെങ്ങനെ വിളിക്കുന്നേ? ടാബാ തന്നത് എന്റെ. சந்திரா என்னடா ஏதோ டெலீட் பண்ற மாதிரி தெரியுது. അതിനെ വിളിച്ചാണോ சந்திரா? என்ன டெலீட் பண்ற? എന്ത് ഡിലീറ്റ് பண்ணவே കോച്ച്? இல்ல ഇവിടെ നിന്ന് പാത്തുമ്പോൾ ഏതോ ഡെലീറ്റ് பண்ண மாதிரி தெரிஞ்சது. ഇല്ല ഞാൻ ടാബിനെ വിളിച്ചേ. എടാ ഒരു കോൾ വിളിച്ചിട്ട് തരാം, അർജന്റ് ആയോണ്ടാ. ജസ്റ്റ് ഒരു അർജന്റ് ടാബിനെ വിളിക്കാൻ പറ്റും, അതിനെ വിളിച്ചേ. ഇല്ല ഇതിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിനെ വിളിക്കാൻ പറ്റും, അണ്ണത് ഓപ്പൺ ആക്കി ഞാൻ പറഞ്ഞുതരാം. പറ. അതില് സൈഡില് കോൾ ഓപ്ഷൻ, ലീഡർ ബോർഡിൽ കേറിയിട്ട് ടോപ്പ് ഉള്ള നിന്റെ അച്ഛനെ വിളിക്കാൻ ഞാൻ. ഒന്ന് താടാ, ഫോൺ ഒരു അർജന്റ് കാര്യം ആയതുകൊണ്ടാ. വേണ്ട പറ്റില്ല, എന്നാ അന്ന് നോക്കി പറഞ്ഞ തരത്തില്ല ഞാൻ. പിന്നെ ശരി വെയിറ്റ്, ഞാൻ കോച്ചിന്റെ ഫോൺ ഇതാ, ഞാൻ നോക്കട്ടെ. തരാം വെയിറ്റ്. നിന്റെ ഫോൺ അടിക്കുന്നല്ലോ ചന്ദ്ര, നിന്റെ ഫോൺ അടിക്കുന്നല്ലോ. വെള്ളം കയറി കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ, നീ ഫോണിൽ പറയുന്നത് ഇവിടെയും കേൾക്കുന്നില്ലല്ലോ, ചുണ്ടനക്കുന്ന മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണ്ടേ? അതാ അത് ശരിയാണല്ലോ. നീ എന്താ മറ്റേ പൊട്ടനോടൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കല്ലേ? ഫോൺ കൂടെ എന്താ ഫോൺ കൂടെ അവരങ്ങ് ഒരുപാട് ബുദ്ധിയാണ് അവന്. ഇങ്ങോട്ട് ഇടലടാ. ഐഡി 819. വേറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നോക്കലാണ് എന്റെ. എന്താടാ ഞാൻ ഫോൺ ജസ്റ്റ് ഒരു കോൾ இல்லையே, நீ அப்ப எந்த போன் தானே அப்ப வாசு கொடுத்து இன்னொரு போன் கொடு.
உன் போன் இப்பதானே கால் செய்து. This phone usage has been disabled by its owner. ചാടി കുതിച്ച്. പക്ഷെ ഇതിന്റെ ഇത് ഡിസേബിൾ ആക്കി വെച്ചേക്കട്ടാ. ഇല്ല ഇവിടെ ഒരു നിമിഷം. ഈ സൈഡ്. அது வந்து பீட்டரோட போனு. நான் அதை தான் சந்திரகிட்ட கொடுத்தேன். அதை அவன் டிசேபிள் செய்துட்டு வச்சு. பட் ஆனா அவன் போனு ஒரு 2 days முன்பு ஒர்க் ஆயிட்டு. அதுல வந்து சந்திரனுக்கு மெசேஜ் அனுப்பிச்சிருக்கா, the deal is ready அப்படின்ட்டு. കോച്ചിലി ഇൻഫർമേഷൻ ഒക്കെ എവിടെ നിന്ന് കിട്ടി? ആ ഫോൺ, the phone you are using right now, அந்த ഫോൺ, ആ ഫോണിൽ அந்த ഫോണില് ചന്ദ്രനും പീറ്ററും മെസ്സേജ് ചെയ്ത് കോൺവെർസേഷൻ ഉണ്ട്. ഓക്കേ, അത് തിരിച്ച് എൻകിட்ட கூட ആ ഫോൺ கூட நான் തിരിച്ച് ട്രൈ ചെയ്യാം. I don't know why suddenly it's showing like this. ഇത് ഏതോ സൂപ്പർ പവർ യൂസ് ചെയ്ത് അല്ലല്ല വെയിറ്റ് എന്തോ കാണിക്കുന്നേ കോച്ച്. நம்ம அந்த ഫോൺ വാങ്ങணும்லடா അവன்ட்ட. അത് ചന്ദ്ര എവിടെടാ? ചന്ദ്ര 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 ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും ഈ ഓണർ. അപ്പൊ ഡിസേബിൾ ആക്കിട്ടാണ്. പിന്നെ അത് വന്നിട്ട് அவங்க സൂപ്പർ പവർ യൂസ് பண்ணி ഫോൺ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. കോച്ച് അവൻ ഇവിടെ ഉണ്ട് കോച്ച്. ഡെഡായോ? കോച്ച് ഇല്ല ചന്ദ്രൻ മരിച്ചില്ല. ചന്ദ്രനെ പിക്ക് ചെയ്യാൻ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ബോട്ട് வந்து கூப்பிட்டு போய் போட் வந்து அவனை கூப்பிட்டு போய் ഇപ്പൊ ഒരു ബോട്ട് കണ്ടോ? ഞാനേ ബോട്ട് നോക്കിട്ടാ. വെയിറ്റ് ഇവ ആരാണ് കോച്ച്? ഇവൻ வேற லெவல்ல டீல் போயிட்டு இருக்கு வாசு. நான் பின்ன ஒசாமாவோட வீட்டுக்கு டைரக்ட் ஆயிட்டு போயிட்டு சம்சாரிச்சு. ஓகே, ഈ ചന്ദ്രൻ வந்துட்டு என்ன ஒரு நாள் வந்து டிடிஎம்ல இருந்து கூப்பிட்டுட்டு போயிட்டு ஒரு டீல் முடிச்சான். எனக்கு அறியல. ஓகே, ஆ டீல போயிட்டு சம்சாரிக்கும் போது ஒசாமா வந்து ஓகே, ஒசாமா அப்புறம் சந்திரன் பீட்டர், அப்புறமா தான் பீட்டர் கூட நான் போயிட்டு சம்சாரிச்சு. பீட்டர் எப்படி இருக்கு அப்படின்னு நல்லா க்ளோஸ் ஆகி. சோ பின்ன பீட்டருக்கு போயிட்டு கிளப்ல போயிட்டு சரக்கு ஊத்தி கொடுத்து அவங்க வந்து நல்லா க்ளோஸா எல்லா டீடைல்ஸும் மேடிச்சு அவங்க கிட்ட இருந்து. மனசிலாயா? அப்புறமா தான் உன்னை கூப்பிட்டு வந்து பீட்டர் நான் பீட்டர் நான் myself I went. so after the deal சந்திரன் ஒரு டீல் செய்தது ஒசாமாவோட. டீலுக்கு அப்புறமா தான் பீட்டரே நான் கண்டு. மனசிலாயா? ஓகே, அப்புறமா தான் இது எல்லாத்தையும் இன்ஃபர்மேஷன் எல்லாத்தையும் வாங்கி இப்ப பீட்டரை வேற இடத்துல எடுத்துட்டு போயிருக்கேன். அதை வந்து பாக்குறியா? வா பாக்க வா வா வா. ஸ்டீவ் வாடா டே. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനെ എന്തിനാണ് ബോസ് എന്ന് വിളിക്കുന്നതെന്ന്. എനിക്കിതുവരെ ഇവന്റെ എതിരെ നിൽക്കേണ്ട വന്നിട്ടില്ലല്ലോ. 505 റേഡിയോ കേറ്. ഓക്കെ, 505 505 കേറി. യെസ്, ബാറ്റ്മാൻ, ജൂഡ്, സൂപ്പർമാൻ, വില്ലൻ എല്ലാരും நம்ம பாய்ஸ் தான். ஓகே வா കേറിക്കോ. ജൂഡ് ഡോർ ഓപ്പൺ പண்றா. അണ്ണാ ഐ തിങ്ക് ചന്ദ്രൻ മരിച്ചതാണ്. EMS വരുന്നുണ്ട്. ആണല്ലേ? അവൻ ചത്ത് കിടന്നോട്ടെ. വിളിച്ചെടുക്കല്ലേ കേട്ടോ ചന്ദ്രൻ, വിളിച്ചെടുക്കല്ലേ കുറച്ചു നേരത്തേക്കിന്. ഇത് ക്ലിപ്പായല്ലടാ, കണ്ടന്റ് കൊടുക്കും. ഡോർ ഓപ്പൺ പண்றா. എന്നാലല്ല നമുക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. பீட்டர் ரே வாசு பீட்டர் സംസാരിച്ച ഡ്രോണേ വേറെ ഇല്ലായിരുന്നോ കോച്ച്? അവൻ தான் பீட்டர். പീറ്റർ. അതെ. பீட்டர் புள்ளி இப்ப ஏஜேவை பொக்கிட்டு சம்சாரிக்கிறான் என்கிட்ட. இப்ப என் மேல கை வச்சு பாரு, உன் ஆளை நான் தூக்கிடுவேன்.
തൂക്കിയാச்சு ഇനിമേൽ എങ്കിലും എതും பண்ண അണ്ണാ முடியாது സോ നമ്മൾ ആ പീറ്ററിനെ തൂക്കി പീറ്ററിന്റെ ആൾക്കാര് ഏജ് കോച്ചിന്റെ ബ്രദറെ ഏജിനെ തൂക്കി അതാണ് കാര്യം. ഓ മനസ്സിലായി 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 ബില്ലു കോച്ച് ഇപ്പൊ ആ സ്ഥലത്തോട്ട് പോകാനല്ലേ നീ സ്ഥലത്തോട്ട് കോച്ച് അതിന് മുമ്പേ ഞാൻ പറയണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആ എനിക്ക് മിസ്റ്റർ എക്സിൽ ആകെ പരിചയമുള്ളത് മറ്റേ ഇതെ പറ്റി ഞാൻ സംസാരിക്കണമെന്ന് ഇരുന്നേ. സോ ഈ എനിക്ക് ലൂസി ഉണ്ടല്ലോ പരിചയമുള്ളത് ലൂസിയാണ്. ലൂസിയ പക്ഷെ 2 ദിവസമായിട്ട് സിറ്റിയിൽ ഇനാക്റ്റീവാ. നമുക്ക് ഈ സീരിയൽ നമ്പേഴ്സ് ക്രോസ് വെരിഫൈ ചെയ്യണം. ഇൻ കേസ് ഈ സീരിയൽ നമ്പർ ടി വിയിലുള്ള ഗണ്ണ് തന്നെയാണ് നമ്മൾ വിറ്റതെന്ന് മിസ്റ്റർ എക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. இல்ல நான் ஆல்ரெடி சம்சாரிச்சு ஒரு ஆள் கிட்ட சம்சாரிச்சு வச்சு ஓகே அவன் பேரு ஜெயின் என்னோட டிடிஎம் விளையாடு ഇത് വില്ലു വേറെ ആരോ അല്ലല്ലോ ഇവിടെ ഞാൻ മാത്രമല്ല. ஓகே சோ அவன்கிட்ட சம்சாரிச்சு எனக்கு ஒரு ஆஃப் டியூட்டியா நீங்க வந்துட்டு எனக்கு ஒரு ட்ராக்கிங் பண்ணி சம்சாரிச்சு தரணும் அப்படின்னு நான் புள்ளி வந்துட்டு ஒரு 10 o'clock அப்பதான் ஃப்ரீ ஆகும் പറഞ്ഞു എൻട്ടാ. ജെയിൻ വണ്ടി ഫുൾ ആണോ? മിസ്റ്റർ എക്സിലാണോ? ആ മിസ്റ്റർ എക്സ് ആളാണ്. ഇന്നും വന്നിട്ടില്ല സിറ്റിക്ക്. அது ஆல்ரெடி ஃபிக்ஸ்ட் இது. நான் என்ன யோசிச்சேன்னா ஃபர்ஸ்ட் உன்கிட்ட சொல்லி அந்த பொண்ணு அவ பேர் என்ன லூசி கிட்ட கொஞ்சம் நீ ஒரு உமா கொடுத்தனா அவ ஃப்ரீ ஆயிட்டே பண்ணி கொடுக்குமல்ல. ஸோ அதனால யோசிச்சா பட் ஆனா ஒர்க் ஆகல பரவாயில்ல. ലൂസി ഇനാക്റ്റീവ് സിറ്റിയിൽ വന്നില്ല ലൂസി, അല്ലെങ്കിൽ ഞാനത് കൊടുത്ത് സെറ്റാക്കി. அது ഞാൻ പോയി കഴിക്കുമോ? പിന്നെ ഇത് വേற என்னன்னா ஃபைண்ட் அவுட் பண்ணினா ഈ ഒസാമ கிட்ட போய் സംസാരിച്ചടാ. ഒസാമ ചന്ദ തിരിച്ച് ട്രാക്ல வந்து ഓക്കേ. ഒസാമ അവനെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കാണാം. നമ്മ വന്നിട്ട് ഫുൾ ആയിട്ട് കാണാം ഇപ്പൊ. ഓക്കേ ഫസ്റ്റ് ഒസാമ എന്നെ സംസാരിച്ച് സ്റ്റീവ് പറഞ്ഞു കൊടുടാ കറക്റ്റ് ആയിട്ട്. ഒസാമ പറഞ്ഞു എന്താ അന്ന് കോച്ച് ചന്ദ്രന് ഈ റായപുരം പീറ്ററും കൂടെയാണ് ഒസാമെ കാണാൻ പോകുന്നത് ഡീലിങ്ങിന് മണി ട്രോഫി വെച്ചിട്ട്. അന്ന് കോച്ച് മറ്റേ ശരിക്കും പറഞ്ഞാൽ കോച്ച് ഈ ടർഫ് കളിക്കാൻ നേരത്ത് ഒരു ബിൽഡിംഗ് മണ്ടേ വലിഞ്ഞു ചേർത്ത് എങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ആ ബിൽഡിംഗ് മണ്ടേ കയറാൻ നോക്കുമായിരുന്നു. നോക്കിയപ്പം ഇവിടെ സംസാരിക്കുന്ന കോച്ച് കേട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഐലൻഡിൽ നമുക്ക് ആർപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ അടി മാത്രം എനിക്കതുള്ള എല്ലാ കപ്പോൾസും കൂടെ എന്താണ് പറയുന്നത്. ഓക്കെ ഓക്കെ കോച്ച് ആ ഇത് ഏതായിരുന്നു പോസ്റ്റൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയാ കോച്ച്. എനിക്ക് ഡ്രസ് ഒന്ന് മാറണം ജസ്റ്റ് ഒന്ന്. ഒസാമ നമ്മൾ ചോദിച്ചു, ഒസാമയെ നമ്മൾ വീട്ടിൽ പോയി കണ്ടായിരുന്നു. ഒസാമയുടെ നമ്മൾ എന്തോ പറഞ്ഞു വെച്ചാൽ ഒസാമ ഇങ്ങനെ ഒരു 100 ഗണ്ണ് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടെന്ന് ഇത് അങ്ങനെ പറഞ്ഞാൽ പോയത്. അതിന് ഡൗട്ട് ഇരിക്കുമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞ് 100 ഗണ്ണ് നമ്മൾ എടുക്കണം, ബട്ട് ചന്ദന്റെ അന്ന് ഡീൽ ചെയ്യാൻ വന്നത് ഗണ്ണല്ലായിരുന്നു, ആർമർ പോർഷൻ ആയിരുന്നു ചന്ദൻ നമുക്ക് തന്നത് എന്ന രീതിയിൽ പറഞ്ഞു. എന്നുവെച്ചാൽ ഒസാമേനെ ഓൾറെഡി പൈസ തൊട്ട് ഒതുക്കി നമ്മൾ അന്വേഷിക്കാൻ വരും ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഒസാമ. ഞാൻ ചോദിക്കുന്നത് ഇവൻ കണ്ണല്ലാതെ ഇനി ആർമർ പോർഷനും ബാക്കിയുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് എന്നിട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ ഗൺ ഡീൽ ചെയ്തത് ചന്ദന്റെ വഴി മറ്റു മുത്തുപ്പാണ്ടി റായപുരം പീറ്ററാണ് ഗൺ കൊണ്ടുവന്നതെന്നാ പറഞ്ഞത്. മുത്തുപ്പാണ്ടി മുത്തുപ്പാണ്ടി ഒസാമ ഇപ്പൊ വേറെ യൂണിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. അണ്ണ അറിയാത്തോണ്ടാ ഒക്കെ ചന്ദ്രന്റെ ശിങ്കടിസ ഇവരെ വഴിയാണ് ചന്ദ്രൻ കൺ ഡീൽ ചെയ്തത്. മനസ്സിലായോ? നമ്മൾ ഈ ഞാനിവിടെ ടി വി ഉണ്ടാക്കിയതിനേക്കാളും വലിയ അണ്ടർവേൾഡ് ആണല്ലോ ഇവ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അണ്ണാ നമ്മൾ ഈ രായവൻ പീറ്റർ ഇന്നലെ പിടിച്ച് വിരട്ടി കേട്ടോ. രണ്ട് തല തല്ലിപ്പായ പുള്ളിയുടെ വായന്ന് ഒരു പുതിയ പേര് വീണ്. അത് അവിടെ പോയിട്ട് അണ്ണൻ ലൈവായിട്ട് കേട്ടോ ഒന്നും കൂടെ. അതായിരിക്കും നല്ലത്. ഇത് സേവ്ഡ് ഇത് എവിടെയാ സാധനം? ഇവിടെയാണ്. ഇവിടെ കണ്ണ് വെച്ചിട്ട് നമ്മുടെ ദേഹത്തിൽ നോക്ക് കണ്ടു ചിലപ്പോ കാണിക്കും. അണ്ണാ ഈ കളിയിൽ വേറൊരു മൂന്നാമതൊരാളും കൂടെ ഉണ്ടണ്ണാ. എന്നുവെച്ചാൽ ചന്ദൻ അല്ലാണ്ട് രണ്ടാമത്തെ ആളുടെ പേര് നമുക്ക് ഇന്നലെ രായപുരം വീണ്ട വായിന്ന് വീണ് കിട്ടി. അത് അവിടെ പോയിട്ട് അണ്ണൻ ഡയറക്റ്റ് കേൾക്കുന്നതായിരിക്കും ബെറ്റർ. അതാരാ? അലീന. ഓ അതോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. സോ പിന്നെ ഈ ഒസാമ പുള്ളി വന്നിട്ട് നല്ല വന്നിട്ട് ലൈക്ക് ഈ സ്റ്റാർട്ടഡ് എന്താണ് മളുപ്പ് ആരംഭിച്ചു. പെമ്പർനോത്തിയും പുരുഷനെ നമുക്കിട്ടുണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. കൊടുക്കാൻ ഞാൻ വാ. ഞാൻ കയറിക്കോളാം. കോച്ച് വണ്ടി കയറിക്കോ.
ഈ പാനോയുടെ ഓജി ഔട്ട്ഫിറ്റ് ആടാ അത് അതിൽ ഞാൻ ഓൾട്രേഷൻ വരുത്തത്തില്ലടാ ഞാൻ മറ്റേതായിട്ട് നടന്നോളാം ഇങ്ങനെ സിറ്റുവേഷനിൽ ഓജി ഔട്ട്ഫിറ്റ് നിങ്ങൾ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ആവല്ലേ ചില്ലാവ് വേണ്ട 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 ഞാൻ വിളിക്കണം 993 വണ്ടി ഓടിങ്ങട്ടെ. ഇവന്റ് ഫോർ ഓൾ ക്ലബ്സ് വിൽ ബി കണ്ടക്ടഡ് അറ്റ് 11:30. ഇതെന്താ ഇങ്ങനെ ഓടിക്കണേ എന്റെ ரொம்ப ലാഗ് ആവറ ഭയങ്കര ലാഗാടാ മാറാ ഭയങ്കര തട്ടി പോണം എന്റെ ഇടിക്കുന്നില്ല എന്റെ ഇടിക്കുന്നില്ല എന്നെ കയറി ഞാൻ ചാറ്റ് ചില്ലാവ് നിങ്ങൾ ചില്ലായിട്ട് ആർപ്പി എൻജോയ് ചെയ്യും സിനിമയൊക്കെ കാണുന്ന പോലെ ഇരുന്ന് കാണാൻ നമ്മള് സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും ഇപ്പൊ ഇങ്ങനത്തെ ആർപ്പി ചെയ്യുന്ന മനസ്സിലായ ആ സമയത്ത് നിങ്ങൾ ചാറ്റിൽ ഇന്റർഫിയർ പച്ചമുടി കൂടെ ഇരുന്ന് നീകൻ ഓ ചന്ദ്രന്റെ ഒക്കെ കൂടോ ഞാനൊരു കാര്യം പറയാം ഇനി ഒരുമിച്ച് ഒരു കല്ലറയിൽ അടക്കാനാവെന്ന് പറഞ്ഞാലും അവന് സമ്മതമാണ് നീകന് മനസ്സിലായ ചന്ദ്രൻ എന്ത് പിറപ്പ് കാണിച്ചാലും നല്ലത് കാണിച്ചാലും അവന്റെ കൂടെ അവനുണ്ടാവും നീകൻ അല്ലാതെ അതിന് വലിയ വണ്ടറൊന്നും ഇല്ല അവന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ കോച്ച് ഒരാളുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അവനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് സാധാരണ അലീനെ ഇങ്ങനത്തെ പരിപാടിക്കകത്തൊന്നും ഇല്ലാത്ത ഈ വട്ടം അവൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വെച്ചേക്കുവാ സംസാരம்னா சோ நான் ஃபர்ஸ்ட் டைம் കാണുம்போது അലീന ഇല്ല പ്ലസ് നീകനും ഇല്ല ബട്ട് ആണ ഈ പീറ്റർ പറഞ്ഞത് ഇവங்க ரெண்டு பேரும் പറഞ്ഞിട്ടുണ്ട് സോ പിന്നെ ഐ തിങ്ക് ദേ ഹാവ് ഡൺ വൺ മോർ ഡീലിംഗ് ആണ് മനസ്സിലായാ അവൻ പുള്ളി வந்து ബോധയില இன்னுം പറയുന്നത് മനസ്സിലായാ അവിടെ ബോധ മാത്രം കൊടുത്തതാ അവിടെ പടുക്ക വെച്ചിருக்கு 3 ദിവസം അവിടെ കെട്ടിയിട്ടേക്കോണ്ട് മനസ്സിലായോ ഒന്നും കൊടുക്കാണ്ട് വെള്ളം മാത്രം കൊടുക്കുന്നേ പീറ്ററിനോ പീറ്റർ ചന്ദ്രന്റെ ആളല്ലേ പിന്നെന്തിനാ അവനെ പട്ടിണി കിട്ടേക്കുന്നേ അണ്ണാ വാസുണ്ണ ഇന്നുണ്ടല്ലോ ഇന്നലെ വെളിയിൽ കാണാൻ പോലല്ല ഇന്ന് പോയി കണ്ടപ്പോ പീറ്ററിന് എക്സ്ട്രാ കോൺഫിഡൻസ് ആയിരുന്നു അത് നമുക്ക് ആദ്യം കത്തിയില്ല കുറച്ച് കോൾ വന്നു ഇങ്ങനെ ഈ പീറ്ററിനെ നിങ്ങളാണോ പട്ടിണി കിട്ടേക്കണോ അവനാണോ പട്ടിണി കിട്ടെന്ന് പറഞ്ഞേ നമ്മള് അത് പറ അതല്ല അതാ ഞാൻ ആലോചിക്കണേ നമ്മളത് ഇവിടെ കൂട്ടിയിട്ടേക്കോ 3 ദിവസമായിട്ട് നീ ഫോൺ കൊടുത്തുവേന്ന് സംസാരിച്ചല്ല അവൻ കിട്ട സോ ആ ഫോണില് வந்து ചന്ദ്രൻക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ട് ഷെയർ ലൊക്കേഷൻ ചെയ്തു ഒന്നും കാണുന്നില്ല വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ വെയിറ്റ് അവൻ ഡിസ്കണക്റ്റഡ്ல ഇருக்கு കണ്ടുപിടി അണ്ണനെ അണ്ണാ ബെറ്റർ ഗ്രാഫിക്സ് നോക്കി ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടിട്ട് എനിക്ക് ഒന്നും കാണുന്നില്ല അതിനകത്ത് ഞാൻ ടിപ്പ് പറയട്ടെ അണ്ണാ ഷാഡോ ഒക്കെ ഓഫ് ആക്കി മറ്റേ ഷാഡോസ് അല്ലെങ്കിൽ ബെറ്റർ ഗ്രാഫിക്സ് അണ്ണാ ഷാഡോസ് ഓഫ് ആക്കി റീസ്റ്റാർട്ടിന് എടുത്തില്ല ഇല്ലടാ ഒന്ന് മാറ്റണടാ ഈ ഒരൊറ്റ ഇതിന് വേണ്ടി മാറ്റാൻ പറ്റത്തില്ലടാ ജസ്റ്റ് വെളിയിലോട്ട് ആക്കാം നമുക്ക് അവനെ വെളിയിലോട്ട് കൊണ്ടുവരാം എനിക്ക് പറ്റത്തില്ലത് ഇനി ഞാൻ ഇത് FPS ബൂസ്റ്റ് റാപ്പിഡ് ബൂസ്റ്റ് ആണോ ഉദ്ദേശിച്ചത് ഒന്നും ഇട്ടിട്ട് എനിക്ക് വരുന്നില്ല കാണുന്നില്ല അണ്ണാ ഞാൻ ക്യാമ്പട്ടെ ഇവിടെ അല്ല വെയിറ്റ് ഞാൻ പറയാം വെയിറ്റ് അണ്ണാ ഇവിടെ അണ്ണന് ഭയങ്കര ഇരുട്ടാ ഞാൻ കാണാവോ ഇപ്പൊ കാണാവോ അതുകൊണ്ടാണ് ഇരുട്ടായോണ്ട് എനിക്ക് ഭയങ്കര ഇരുട്ടാ ഞാൻ ലൈറ്റ് ഓണാക്കിടാം ഇറങ്ങിക്കോ யாரும் போக முடியாது என்கிட்ட தான் லாக் கீ இருக்கு ഇതൊക്കെ ഞാൻ വന്നപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കുനിഞ്ഞു കയറണോ കോച്ച് യെസ് വാടാ വന്നു ലൈറ്റ് ഓണാക്കിട്ടാ അണ്ണാ ഫോൺ ഫ്ലാഷ് അടിച്ചാൽ കാണാൻ പറ്റുമോ ഓക്കെ ആണോ ചന്ദ്രൻ இந்த വിളിക്കുന്നു மாதிரி ഹലോ അണ്ണാ പറ ചന്ദ്ര അണ്ണാ വെള്ളത്തിട്ട് ഒരാളോട് രക്ഷിക്കാൻ വന്നില്ലല്ലോ അണ്ണാ എടാ നിന്റെ ഒരു ബോട്ട് അവിടെ വന്നായിരുന്നല്ലോ നിന്നെ ബോട്ട് രക്ഷിച്ച് നീ ബോട്ടിൽ കയറി പോയെന്ന് പറഞ്ഞേ ഇല്ല അണ്ണേ വെള്ളത്തിലായിരുന്നു അണ്ണ ഇപ്പഴാണ് നോക്കിയേ വിളിക്കാൻ പറ്റാത്ത ഫോൺ എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ശരിയായത് അണ്ണ ഇത് ഇപ്പൊ ശരിയാക്കി ഇപ്പൊ പുതിയ ഫോൺ വെച്ചാ വിളിക്കണേ പുതിയ ഫോൺ മേടിച്ചല്ലേ ആ അണ്ണ ഇവിടെ ഞാൻ മൂക്ക വെള്ളം എല്ലാം തുമ്മി കളഞ്ഞോണ്ടിരിക്കുക ഓ ആ സൗണ്ടില് വ്യത്യാസമുണ്ട് ഞാൻ വെള്ളത്തിൽ വീണതിന്റെ അറിയാറുണ്ട് അണ്ണ ഇവിടെ ഞാനെടാ നമ്മുടെ അണ്ടി ഫാക്ടറി പണിയുന്ന ലൊക്കേഷൻ ഇല്ല നമ്മളന്ന് ഇനാഗ്രേഷൻ ചെയ്തേ ലൊക്കേഷൻ അയക്കും അണ്ണ
ഇല്ല ഇങ്ങോട്ട് ഞാനിപ്പോ ഇവിടെ ഇറങ്ങും. ഞാൻ ഇവിടെ ജസ്റ്റ് ആ മെഷീനറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വന്നാ. ഞാൻ ഇപ്പൊ വിളിക്കാം. ഒരു സെക്കൻഡ് ഗബ്രി, ഞാൻ ലൈവിലാ. കോള് വന്നു. ആ ചന്ദ്ര പറ. എന്നോട് പറഞ്ഞോ. ഇല്ല ഞാനിപ്പോ ഇവിടെ ഇറങ്ങും. ഞാനിപ്പോ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താ ഞാൻ പറയാം, സ്ഥലം പറയാം, അങ്ങോട്ട് വന്നാ. അണ്ണന്റെ ഫോൺ ശരിയായ? അവന്റെ അടുത്ത് പോയിട്ടേ എന്റെ ഫോൺ റീചാർജ് ചെയ്തടാ. ഓക്കെ. ഗൈസ് അത് ആ ഗബ്രി അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗബ്രി അല്ല, മറ്റേ ഗബ്രി. അത് വിരാട് കോഹ്ലിയുടെ ഗബ്രി. വിരാട് കോഹ്ലിയുടെ ഒക്കെ പ്രാക്ടീസ് ബോളർ ഗബ്രി ഇല്ലേ, ആ ഗബ്രി. മറ്റേ റാപ്പർ ഗബ്രി അല്ല. எல்லாரும் எல்லாம் இங்கதான் இருக்காங்க. எங்க இருக்காங்க? இல்ல போன் வரலையா உங்களுக்கு எதுவும்? இதுக்கு மேல போன் வராது. எல்லாம் முடிச்சிட்டுதான் இங்க வரேன் கேட்டா. ஏஜே நாங்க தூக்கியாச்சுடா ரிட்டர்ன். உன் கூட்டத்துல இருக்க முகுந்தன் வந்து ஒருத்தன் நம்ம ஏஜே தூக்கிட்டு போ. நம்ம அங்க போய் முகுந்தனை கொன்னு குளிச்சு மூடி ஏஜியன் ரெஸ்கியூ பண்ணிட்டேன். കേക്കാവോ നിനക്ക്? കേക്കാവോ? ഹലോ கேட்காம். அப்படி ஒண்ணு எனக்கு தெரியலையே. നിന്റെ അടുത്ത് ചോദിക്കാം. കേക്കാവോ? கேக்கா எப்படி தெரியும்? நீ இங்கதானே இருக்கு. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞില്ലായിരുന്നു ഒരു 2-3 ദിവസം സമയം തരാം, അതിനുള്ളിൽ ഡീറ്റെയിൽസ് എല്ലാം വേണം. അതുകൊണ്ട് എന്താ പിന്നെ ഡീറ്റെയിൽസ് ഒന്നും തരാഞ്ഞത്? எனக்கு தெரிஞ்சது எல்லாம் பறஞ்சிட்டான் அவங்க கிட்ட. தெரிஞ்சதല്ലല്ലോ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിയും കൂടെ ഏൽപ്പിച്ചില്ലായിരുന്നു. அந்த ஜோலி விடுறதுக்கு இவங்க என்னை இவட வச்சு கட்டி வச்சு என்கிட்ட பிரச்சனை ஆக்கில, என்னை அடிச்சு ஃபுட்டு கொடுக்காத பிரச்சனை ஆக்கினா எப்படி நான் உங்ககிட்ட எல்லாத்தையும் சம்சாரிக்க முடியும்? அது எப்படி പറയ முடியும்? നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ട് 3 നേരം ബിരിയാണി തരാമെന്നൊന്നും ഞാൻ നിനക്ക് വാക്കൊന്നും തന്നില്ലായിരുന്നല്ലോ. വേണ്ടത് ബേസിക്ക് നിന്റെ ജീവൻ നിലനിർത്താനുള്ള എന്താന്ന് വെച്ചാൽ തരുന്നത് കഴിച്ചോണം. അല്ലാതെ അതിന്റെ അപ്പുറത്ത് നിനക്ക് ഇവിടെ 3 ദിവസം സദ്യ വിളമ്പാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. அது நான் പറയல. இவர் என்னை வெளியே விடவே வாய்ப்பு கொடுக்கல. வெளியே போனால் என்னோட ஆட்கள்கிட்ட சொல்லி நான் ஏதாவது இன்ஃபர்மேஷன் கேதர் பண்ணி உங்ககிட்ட கொடுக்க முடியும். லொகேஷன் பண்ண தெரிஞ்சதല്ല ഫോൺ കൊടുക്കുമ്പോൾ. എടാ നിനക്ക് ഞാൻ ഫോണ്, റേഡിയോ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നല്ലോ. ரேடியோ தரலையே, பிடிங்கிட்டாரு. இல்ல கொடுத்து ஃபர்ஸ்ட் கொடுத்துட்டு புள்ளி வந்துட்டு ஷேர் லொகேஷன்ல எல்லாம் அனுப்பிச்சிட்டு மத்த ഡയറക്റ്റ് ഷെയർ ലൊക്കേഷൻ കൊടുത്ത പുള്ളി 18+ ആയെന്നോ? 18+ ഓഫ് ആക്കാനൊന്നും വരത്തില്ല ഗൈസ്. സോ അപ്പുറം എന്താ சொல்லு. ഒരു സെക്കൻഡ് കോച്ച്, ഒരു സെക്കൻഡ് ഇപ്പൊ 18+ ഓഫ് എന്നോ? അത് 18+ അങ്ങനെ എന്റെ എല്ലാ ലൈവ് 18+ ആ. അതിൽ വേറെ അങ്ങനെ സെറ്റിങ്സ് ഒന്നും ഇല്ല 18+ന്. 18+ന് അങ്ങനെ വേറെ സെറ്റിങ്സ് ഒന്നും ഇല്ല. അക്കൗണ്ട് ഏജ് റെസ്ട്രിക്ഷൻ ഓഫ് ആണല്ലോ. അതൊക്കെ ഓഫാ ഗൈസ്, അതൊക്കെ ഓഫാ. ഹലോ சார் வெளில ஓடி போ பாக்குறாரு. லாக் பண்ணிருக்கேன்னு மறந்துட்டாரு. അടുത്ത ഉണ്ട തലക്കായിരിക്കും. ഓവർ സ്മാർട്ട് ആവല്ലേ കേട്ടാ. ഓവർ സ്മാർട്ട് ആകൂടാതെ. ഞങ്ങളൊക്കെ മണ്ടന്മാരല്ല നിന്റെ ബോസിനെ പോലെ. അവന് തലക്കകത്ത് കളിമണ്ണാന്ന് വിചാരിച്ച് ബാക്കി എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഈ ഫോൺ ഡിസേബിൾ பண்ணிகொடு, லைக் எனேபிள் பண்ணிகொடு. ആ ഫോൺ എനേബിൾ ചെയ്യ്. ഏത് ഫോൺ? അയ്യോ എന്നാ നടുപ്പിൻ നായകനാടാ നീ. നടുപ്പിൻ നായകനാ. ആ ഫോൺ അൺഡിസേബിൾ ആക്കിയില്ലെങ്കിൽ നിന്നെ ഇപ്പൊ പിടിച്ചിട്ട് ഞാൻ കത്തിക്കും കേട്ടല്ല. எதுவும் செய்யாதீங்க, நான் அன்டிசேபிள் பண்ண செய்யறேன். എനേബിൾ അൺഡിസേബിൾ അല്ലല്ലോ, എനേബിൾ. അത് പെട്ടെന്ന് പറഞ്ഞപ്പോ ബാക്കി പോയതാ. ഗൈസ് അതൊന്ന് ബാക്ക് അടിച്ചിട്ട് കയറിയാൽ മതി, നിങ്ങൾക്ക് അതൊരു സെറ്റ് ആവും. இருங்க நான் வெயிட் ஆக்குங்க ஒரு நிமிஷம். நாங்க இது வச்சிட்டு நான் வந்து ஒரே நிமிஷம் ட்ரை. இல்ல சார், இல்ல பேட்டரி கேட்டு பேட்டரி கேட்டிட்டு போறேன். നിന്റെ പേച്ചിൽ തന്നെ ഉണ്ട് നീ വലിയ നടികൻ. നീ പെരിയ നടികൻ. ഒന്ന് വട്ടി സുട്ട ഡൗൺ ആയിരും. പ്ലീസ് എന്നെ എതും ചെയ്യാதீங்க. എടാ ഇനി വെടിവെക്കലടാ. വെടിവെക്കുന്ന എന്തിനാടാ? വെടിവെക്കാതെ കോച്ച് വെടിവെക്കല്ലേ. இல்ல அவன லெஃப்ட்ல இந்த இருங்க பேட்டரி போடுறேன் போன்ல. வெயிட் 1 மினிட். பேட்டரி போறன்னு புரிஞ்சு. പോടട്ടെ കോച്ച്, പോടട്ടെ. இந்த അവന്റെ ഇഷ്ടം പോലെ പോടട്ടെ.
നീ ഇപ്പൊ ഞങ്ങളുടെ ചോദിക്കുന്ന ഈ ടൈം ഉണ്ടല്ലോ, അതെല്ലാം അതിനൊക്കെ നീ റിപ്ലൈ പറയേണ്ട വരും കുറച്ച് കഴിയുമ്പോ. നീ ഇപ്പൊ നീ അത് അൺലോക്ക് ചെയ്യും എന്തായാലും, കേക്കട്ടെ. இந்தாங்க இந்த ஃபோனை நீங்களே வச்சுக்கோங்க. இது ஒர்க்கே ஆக மாட்டேங்குது, எதுவுமே செய்ய முடியல என்னால். நான் ஃபுல்லாக ட்ரை செய்துட்டேன். இப்போ அந்த ഫോൺ കൂടെ നീ അത് നിനക്ക് അപ്പൊ എന്തായാലും അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ അത് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തല്ലേ പ്രശ്നം. അത് കോച്ചിന്റെ കൂടെ എന്നിട്ട് നീ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ, ലോഗിൻ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് കോച്ച് ചെയ്തോളൂ, ഫോൺ വർക്ക് ആക്കിക്കോളും കോച്ച്. എന്നോട് ഫോൺ ലോഗ് ഔട്ട് ചെയ്തിട്ട് ജൂഡ് ഉന്നോട് ഫോൺ ലോഗ് ഔട്ട് ചെയ്. ജൂഡ് നിന്റെ ഫോൺ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് എന്നിട്ട് ആ ഡീറ്റെയിൽസ് വേണ്ടി ഒന്ന് മേടിച്ചു. ഈ ഫോൺ இல்ல என் ஃபோன் எதுக்கு நீங்க எதிர்பார்க்கறீங்க? ഫോൺ നമുക്ക് ആവശ്യമുണ്ട്, നിന്റെ ഫോൺ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നേ. அப்ப நான் ஃபோன் கொடுத்தா நீங்க உசுரோட விட்டுருவீங்க அதானே? വിട്ടുറും. ഉസിരോടെ വിടാനുള്ള ഒരു കാരണം, അതുപോലെ കുറെ കാരണങ്ങളുണ്ട്. വാസോണ ഇങ്ങ വന്നേ, വാസോണ ഇങ്ങ വന്നേ. നമുക്ക് വേണ്ടത് അവൻ നെക്സ്റ്റ് എവിടെ അതൊന്ന് കോച്ച് എന്താ കോൾ സംസാരി. ഹലോ, നിന്നെ കൊണ്ട് ശല്യമാണല്ലോ. നമ്മുടെ അണ്ണനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്താടാ കേട്ടില്ല, എന്താ പറഞ്ഞേ? നമ്മുടെ പീറ്റർ അണ്ണനെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പീറ്ററിനെ പിടിച്ചു വെക്കുകയും ചെയ്യും, ചിലപ്പോ അവനെ ഇപ്പൊ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അർണോൾഡിനും അത് തന്നെ കിട്ടും. ഇവിടെ അവനെ കൊള്ളുമെന്ന് പറഞ്ഞിട്ടൊന്നും കൊണ്ടില്ലല്ലേ. ഇവിടെ അവനെ കൊള്ളുമെന്ന് പറഞ്ഞിട്ട് 10 അടി കൊണ്ടപ്പോഴത്തേക്ക് അവന്റെ തീട്ടം വെളിയെ വന്നല്ലേ. 10 അടി അണ്ണൻ ഉണ്ടെങ്കിൽ 100 അടി നിന്റെ അണ്ണനും കൊള്ളും, മനസ്സിലായി? 10 അടി കൊണ്ട നീയല്ലേ പറഞ്ഞു ഇവിടെ അടി അവൻ കൊണ്ടോളൂ, അവൻ ജിമ്മിൽ ഉണ്ടാക്കിയതെന്നൊക്കെ. അവൻ ഉണ്ടാകുന്നില്ലല്ലേ. എടാ നീ ഇത്ര ആലോചിച്ചായി 10 അടി നീ ആലോചിക്കുന്നതൊക്കെ അവിടെ നീ ആലോചിക്കാൻ പറയുന്നതിന് മുന്നേ നീ അത് നോക്ക്. അവൻ 10 അടി നീയല്ലേ പറഞ്ഞു അവൻ അടിയൊക്കെ കൊണ്ടോളൂ. കുറച്ചടി കൊണ്ടപ്പോഴത്തേക്ക് അവൻ ഓഷനായല്ലേ. ഇതാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ രണ്ടോ കാര്യം പറഞ്ഞു. നീ കേളു, നീ തുള്ളല്ലേ, നീ കേളു. നിനക്ക് നിന്റെ അണ്ണനെ വേണം. അതിന് നീ ഏജനെ എടുത്തോണ്ട് പോയി അല്ലേ? നമുക്ക് നിന്റെ അണ്ണനെ വേണം, തരാൻ പറ്റത്തില്ല. നമുക്ക് ഏജ് വേണ്ട, നീ 18 പോയി കുഞ്ഞില്ലേ. വാ, കാര്യം കഴിഞ്ഞു. നമുക്ക് ഏജ് വേണം. വേണ്ട കോച്ച്, ബന്ധം വിട്ട് അല്ലെന്നൊക്കെയാ പറഞ്ഞപ്പോ. ഇല്ലല്ല, നമ്മൾക്ക് നമ്മ ഗ്യാങ് தான் മുഖ്യം. അങ്ങനെയല്ല കോച്ച്, നമ്മൾ ആരും ബിട്രേത് വന്ന ആൾക്കാരല്ല കോച്ച്. നമ്മൾ ഇവിടെ വരാം, നമുക്ക് അത്രയും നല്ലൊരു ഇൻഫർമേഷൻ, നമുക്ക് അത്രയും ഹെൽപ്പ് ചെയ്ത ഒരാളെ നമുക്ക് വെളി കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല കോച്ച്. തിരിച്ചു വിളിച്ചേ, നമുക്ക് അവനെയും ജീവനോടെ കാണാം, ഇവനെ കൊല്ലുകയും ചെയ്യാം നമുക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് വിടാ, ഇല്ല നമുക്ക് വേറെ വഴിയില്ല. വീഡിയോ കോൾ പண்றேன் എടുക്കണ പാപ്പം. ഓക്കേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ. എടാ അവന്റെ നമ്പർ എന്താ? അവന്റെ നമ്പർ എന്താ? അവന്റെ നമ്പർ വലിയ നമ്പറാണ്. 9108 9108 8097 8097 9108 9108 8097. എന്റെ പേരെന്താ? എന്റെ ബോസ് ഫോൺ പേര് മുകുന്ദൻ പറഞ്ഞു. നമ്മള് മൂക്കുണ്ടെന്ന് വിളിച്ചായിരുന്നു. മൂക്കുണ്ടല്ലേന്ന് വെച്ചാൽ മതി. മുകുന്ദൻ അല്ലേ? പറഞ്ഞു. ഓ തന്നെ പറഞ്ഞോ. ഓ ഓക്കെ. അവനിനി ഒന്നും ചെയ്യാൻ പാടില്ല. സ്പീക്കർ ഓ നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. നിങ്ങളാണ് പറഞ്ഞ ആളെ അടിക്കോ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. സോ നിങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഓർക്കണം അവനെ ഉപദ്രവിക്കുമ്പോ. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് പരുന്തു വാസു. ഓക്കെ, അപ്പൊ പരുന്തു വാസു, നമ്മൾ ഇത് മാരിയായിട്ടല്ലേ ആദ്യം സംസാരിച്ചേ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് അർണോൾഡിനെ വേണ്ട, അർണോൾഡിനെ കാണണ്ട, ഇതൊക്കെ നിങ്ങൾ തന്നെ പറയണത്, അല്ലാണ്ട് ഞാനല്ല. അർണോൾഡിനെ എനിക്ക് വേണം, അത് വേണം. വേറൊരാൾ പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് വേണം അർണോൾഡിനെ. ഓക്കെ, വേണം. സോ അവന്റെ ദേഹത്ത് അവനെ ഇനി ഉപദ്രവിക്കാൻ പാടില്ല. അവനെ ഇനി ഉപദ്രവിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും പീറ്ററിനെ ഉപദ്രവിക്കാൻ പാടില്ല. പീറ്ററിനെ ഞാൻ ഒന്നും ചെയ്തില്ല. പീറ്ററിന്റെ ഒന്ന് ഫോൺ കൊടുത്തേ. കേക്കാം, പീറ്ററിന് കേക്കാം, സംസാരിച്ചോ. കേക്കാം. അണ്ണാ
എന്തായിടാ ആ ഇവിടെ നമ്മളാളെ തൂക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂടാ. ഇങ്ങനെ അടിக்கிறாங்க ഗണ്ണ് വെച്ച് വെടി വെക്കறாங்க അങ്ങ് നടക്കത്തില്ല. എന്താ പരന്തുവാസു നമ്മള് ഒന്നും ചെയ്യുന്നില്ലാന്ന് പറഞ്ഞിട്ട് ഇനിയൊന്നും ചെയ്യത്തില്ല. ഇനിയൊന്നും ചെയ്യത്തില്ല. ഇനിയൊന്നും ചെയ്യത്തില്ല. ഇതുവരെ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല അവിടെ അർണോൾഡ് ഉള്ള കാര്യം. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ ஓகே என்ன விட்டாங்கன்னா அவனை விடு, இல்லைன்னா எங்க என்ன பண்ணணுமோ பண்ணிரு. ഓക്കെ നമ്മളതല്ലേ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പരന്തുവാസു സംസാരിക്കാം. പറഞ്ഞോ. ഇനിയൊന്നും ചെയ്യത്തില്ല. സോ അർണോൾഡിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അർണോൾഡിനെ ഒന്നും ചെയ്യില്ല. നമ്മുടെ പീറ്ററിനെ നമ്മുടെ കൈ കിട്ടുമ്പോ നമ്മള് അർണോൾഡിനെ തിരിച്ചു തരും. ഞാൻ വിളിച്ചോളാം. സമയം വൈകുന്നോറും അർണോൾഡിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ വഴിയുള്ളൂ. അത് ഓർത്തോ. സമയം സഹോദര, ഈ സമയം എന്ന് പറയണ സമയം വൈകുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യില് നിങ്ങളിപ്പോ എന്തെങ്കിലും അവനെ ചെയ്താൽ ഇവനെ ഞാൻ ഇവിടെ വെറുതെ നിന്റെ കൊണ്ടങ്ങ് തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങള് പറഞ്ഞല്ലോ അങ്ങോട്ടൊന്ന് അവിടെ ഒന്നും ഇവിടെ ഒന്നും നടക്കില്ല. നീയാ ഇപ്പൊ പറഞ്ഞേ സമയം വൈകുന്തോറും അവിടെ സമയം വൈകിയാൽ നമുക്കിവിടെ 2-3 ദിവസം ഇവനെ വെച്ചോണ്ടിരിക്കാൻ ഒന്നും പറ്റൂല. ഇതിപ്പോ നമ്മുടെ രണ്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. നമ്മുടെ രണ്ടുപേരും വലപ്പിക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, ഈ പറയുന്ന പീറ്ററിനെ നിനക്ക് എത്ര നാളായിട്ട് അറിയാം? എനിക്ക് ഒരു 5 മാസമായിട്ട് അറിയാം പീറ്ററിനെ. 4 മാസമായിട്ട് അറിയാം. ഇപ്പം ഇതിനകത്ത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന നമ്മൾ ഈ ചോദിക്കുന്ന ഗൺ ഡീലിങ്സിനെയും ബാക്കി എന്തെങ്കിലും പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാം? ഇത്ര നാൾ കൂടെ നിന്നിട്ട് ഗൺ ഡീലിങ്സ് ബാക്കിയുള്ളവരെ പറ്റി ഇപ്പൊ പീറ്ററിനെ അറിയാവുന്നതല്ല എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ പുറത്ത് പറയില്ല. കാരണം പീറ്ററിന് എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ആൾ എന്നോട് പറയുന്നത്. എന്റെ വായിൽ നിന്ന് നിങ്ങൾ എന്തും അറിയില്ല. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണെങ്കിൽ അത് പീറ്ററിനും തന്നെ പറയും. ആളിനെ എനിക്ക് അറിയാവുന്നോണ്ട് പറയാം. നിങ്ങൾക്ക് അറിയണമെന്ന് ഉള്ള കാര്യമാണെങ്കിൽ ആള് പറഞ്ഞിരിക്കും. പിന്നെ ഇതില് പീറ്ററിന് മാത്രമല്ല ഇതിലുള്ളത്. പീറ്ററിന് മാത്രമല്ല ഇതിലുള്ളതെന്നോ? പീറ്ററിന് ഗണ്ണ് ഡീൽ. ഇപ്പൊ പീറ്ററിനെ ഇത്ര ഗണ്ണ് എവിടുന്ന് കിട്ടാനാ? നിന്റെ ഒക്കെ മോളിലുള്ള ഒരുത്തനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പീറ്റർ നമ്മുടെ ഒക്കെ മോളില് പീറ്ററിന് തന്നെ. ഈ പീറ്ററിന്റെ മോളിലുള്ള അണ്ണനെ വരെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടാണ് അവന്റെ താഴെയുള്ള നിന്നെ ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ പരന്തുവാസു, നമ്മള് ആളിനെ ഞങ്ങൾക്കൊന്നും ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഇല്ല നിങ്ങൾ ഈ അർണോൾഡ് ജാക്സനെ. പക്ഷെ നിങ്ങളാണ് പറഞ്ഞത് 2-3 അടി കൊടുത്തു. നമ്മുടെ നേരത്തെ കില്ലെന്ന് പറഞ്ഞ ആളിനെ ഞാൻ വിളിച്ചപ്പോ ആൾ എന്റെ അടുത്താണ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്ത് നീ അവനൊരു 10-20 അടിയും കടിക്കുക, അവൻ കൊണ്ടോളൂ എന്ന്. 10 അടി ആയപ്പോഴത്തേക്ക് അവൻ ഇവിടെ കിടന്ന് കരഞ്ഞു തൂറി മെഴുകി. ഞാൻ അവിടെ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് ആളിനെ വിളിച്ചിട്ട് ആൾ എടുക്കണില്ല. പിന്നെ വേറൊരു നമ്പർ ഞാൻ തപ്പി സംഘടിപ്പിച്ചെടുത്തപ്പോ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ റെസ്പോണ്ട്. ഇതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആളിനെ വേണ്ടെന്നുള്ള രീതിയിൽ ജട്ടി ഇവന്റെ വായ തിരികേക്കുന്നോണ്ട് എനിക്ക് അധികം ശബ്ദമൊന്നും കേട്ടില്ല. നീ പറഞ്ഞതുപോലെ ഇവൻ അങ്ങനെ അത്രയ്ക്ക് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. അയ്യോ, ഇത് സ്റ്റീവ് അപ്പൊ എന്ത് മുഴുവനയിക്കാണോ? അല്ല, അവന്റെ ഇട്ടത് അല്ല ഇപ്പൊ സ്റ്റീവ് എന്ത് മുഴുവനയിക്കണ? അല്ല, അവൻ ഒരെണ്ണം കൊണ്ടല്ലോ നടക്കണേ. അതിൽ ഒരെണ്ണം എടുത്ത് അവന് വായിൽ വെച്ച് കൊടുത്തു. അത് വെച്ചിട്ട് അടിച്ചത്. അപ്പൊ അതുകൊണ്ട് വലിയ ശബ്ദമൊന്നും നമ്മൾ ഇപ്പൊ സംസാരിച്ചത് അത് ഒരു എണ്ണന്റെ വായി വെച്ചാ? അല്ലല്ല, അത് ഊരി നിന്നിട്ട് നിനക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ മര്യാദക്ക് സംസാരിച്ച് നമ്മള് മര്യാദക്ക് സംസാരിക്കും. നിങ്ങളുടെ അർണോൾഡിനെ നമുക്കൊന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചു. നമ്മൾ ആദ്യം മര്യാദക്ക് തന്നെയല്ലേ സംസാരിച്ചത്. എടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മര്യാദക്ക് സംസാരിച്ചാലും എങ്ങനെ സംസാരിച്ചാലും നിന്റെ ആവശ്യം കൂടാണ് ഇവിടുന്ന് ഇത് ഇറക്കി. എന്റെ ആവശ്യം കൂടാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്നത്. ഞങ്ങൾ ആവശ്യം ഇല്ലായിരുന്നേ നിങ്ങൾ സംസാരിക്കൂ. എന്തോ ആവശ്യമില്ലായിരുന്നേ നമുക്ക് ഈ സംസാരം വരുമോ? ഇല്ലല്ലോ, നമുക്ക് 2 പേർക്കും ആവശ്യമുണ്ട്. 2 പേർക്കും ആവശ്യമുണ്ട്. അതല്ല നിന്റെ അടുത്ത് പറയണം. അപ്പൊ നീ നിന്നോട് പറഞ്ഞപ്പോ നീ എന്തോ എന്നോട് പറഞ്ഞത് 3 ദിവസം ഇത്രയും ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അത്രയും വെയിറ്റിംഗ് എങ്ങനെ പറ്റും? നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആള് നമ്മുടെ കയ്യിലുണ്ട്. ആളുടെ നമ്മുടെ കയ്യിൽ ആൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളും കൺസിഡർ ചെയ്യണം. എന്തോ കേട്ടില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ ഈ 2 ദിവസം കൊണ്ട് ഈ ആളിനെ ഇങ്ങനെ അടിക്കുമ്പോഴേ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന അവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു അവനെ അടിക്കുന്നില്ല എന്നിട്ട് ഞാൻ ഇവനെ എന്തോ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നും? ഞങ്ങൾ ഇവനെ അടിക്കുകയും കൊല്ലുമൊന്നുമല്ല. ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ അത് കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങൾ പറഞ്ഞല്ലോ എന്തുവാ ഈ അണ്ണൻ നമ്മുടെ അണ്ണന്റെ മുകളിലുള്ള ഏതോ അണ്ണനെ വിളിച്ചിട്ട് അണ്ണനെ എന്ത് തൂക്കാത്തെ തൂക്കിയ അണ്ണനെ തൂക്കിയ എന്താ ഞങ്ങളുടെ അണ്ണനെ പീറ്റർ അണ്ണന് മുകളിൽ വേറെ ഏതോ ഒരു അണ്ണൻ ഉണ്ടല്ലോ ആ അണ്ണനെ തൂക്കുന്ന് പറഞ്ഞിട്ട് ആ അണ്ണനെ തൂക്കിയ ആ അണ്ണനൊക്കെ നമ്മുടെ പറമ്പിലെ കോഴി തന്നെയാണ്, നമുക്ക് എപ്പോ വേണേലും തൂക്കാം. എന്നാ പിന്നെ ആ അണ്ണനെ അങ്ങ് തൂക്കിയാ പോരെ, എന്തിനാണ് പീറ്റർ അണ്ണനെ തൂക്കണത്? പീറ്റർ അണ്ണന്റെ കയ്യിൽ നിന്ന് നമുക്ക് നേരെ പോയിട്ടല്ല, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ പോയി ഒരാളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത്ര ഉറപ്പാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് പീറ്റർ അണ്ണനെ വെച്ചിരിക്കണത്? നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ് മുകളിലുള്ള ആളിനെ നമുക്കറിയാം, താഴെയുള്ള ആളിനെ നമുക്കറിയാം, കിളിന്തിനെ അറിയാം, അതിനെ അറിയാം, ഇതിനെ അറിയാന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് മുകളിലെ താളെ പിടിക്കാതെ താഴെ താളെ പിടിച്ചേക്കുന്നത്? കയ്യിലൊതുങ്ങൂല്ലേ മുകളിലെ താള്? എടാ നിനക്ക് പറയണത് ഇപ്പോഴും മനസ്സിലാവണില്ലടാ. ഇത് ആരാ ചെയ്തത്? നിക്ക് ഇത് ആരാ ചെയ്തതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മള് ഈ പറയണത് പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അല്ലാതെ ഞങ്ങൾക്ക് ഇത് ഒരു വാലിഡ് ആയിട്ട് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഈ ഗൺ ഡീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗണ്ണ് തന്നെയാണോ പുറത്തു പോയെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യണം, മനസ്സിലായ? ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം തിരിച്ചോണ്ടിരുന്നത്. നിനക്കൊക്കെ ഈ ഗണ്ണൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്ന് നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ നീ ഇത്രയും നാളായിട്ട് ഇതും കൊണ്ട് നമുക്കറിയോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ അത് അറിയണോ വേണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. നമുക്കറിയോ ഇല്ലയോ അല്ലല്ലോ കാര്യം, നിങ്ങൾ അത് അറിയണോ വേണ്ടയോ, അത് നിങ്ങളുടെ ചെവിയിൽ എത്തണോ, ആ ഇൻഫർമേഷൻ നിങ്ങൾ അറിയണോ വേണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അതറിയണോ എന്നുള്ളത് നമ്മുടെ പീറ്ററിനെ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ അറിയണ്ട എന്നുള്ള രീതി തന്നെ. ശരി. അപ്പൊ അവനെ ഒരു നടക്കി പോകത്തില്ല, ഒരു മിനിറ്റ്. എനിക്ക് നേരത്തെ മനസ്സിലായത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വഴി കിട്ടിയടാ. നിന്നെ തല്ലിയ അവൻ എന്നെ എന്തോ ചെയ്ത് കളയെന്ന് പറഞ്ഞേട്ടാ. നിന്നെ തല്ലിയാലേ അവൻ എന്തോ ചെയ്ത് കളയെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. നിന്നെ ഇനിയും തല്ലും. പക്ഷെ ഇനി ഇവനെ കോച്ച് ഇവൻ ഇനി ഇത് കൊടുക്കരുത്, വെളിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ കൊടുക്കരുത്, ഫോൺ കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. ഇവനെ തല്ലുന്ന കാര്യം, ഇവനെ അടിക്കുന്ന കാര്യം ഇവൻ പുറത്ത് പറയാൻ പാടില്ല, മനസ്സിലായ? വേണ്ട, ഒന്നും ചെയ്യില്ല. നമ്മുടെ ആൾ അവരുടെ കയ്യിലിരിപ്പുണ്ട് സ്റ്റീവേ, മണ്ടത്തരം കാണിക്കില്ലടാ. നമുക്ക് ഏജ് വേണ്ട ജീവനോടെ. ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കണം. ഇവനെ എങ്ങനെ എണ്ണിപ്പിക്കാൻ പറ്റും? ഇവിടെ EMS വരുമോ? ഇല്ലല്ലോ. പുറത്തോട്ട് പോകേണ്ടി വരും. അവനെ ജസ്റ്റ് പുറത്തോട്ടൊന്ന് എടുത്തേ. ഒറ്റയടിക്ക് ചത്തുപോയേട്ടാ. ഹെൽമെറ്റ് എടുത്തുകൂടെ എല്ലാരും? എല്ലാം പ്ലാൻ പണിയിരിപ്പാങ്ക. നിങ്ങൾ എന്താ ഗൈസ് ഇങ്ങനെ ചാറ്റില് എന്ത് ഇതാടാ? നിങ്ങൾ എന്താ അവന് ജസ്റ്റ് അവനെ തല്ലതിന് ഇപ്പൊ എന്താ? അവനെ ഒരടിക്ക് ചത്തു റിവൈവ് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവുന്നേ? അവനൊരു കൗണ്ടർ പറഞ്ഞതിനോ? നമ്മൾ മാത്രം പറയണത് മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണോ RP ചെയ്യേണ്ടത്? RP ചെയ്യുമ്പോ ഓപ്പോസിറ്റ് ആൾക്കാർ സംസാരിക്കൂലേ? എനിക്ക് മനസ്സിലാവാത്ത. അപ്പൊ അവര് മിണ്ടായിരുന്നു, ഞാൻ പറയുന്നത് മാത്രം കേട്ടോ. അല്ല എനിക്ക് മനസ്സിലാവണില്ല ആ കാര്യത്തെ പറ്റി, എനിക്ക് മനസ്സിലാവണില്ല. എടാ നമ്മള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും അവരും അതേപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് RP ആയിട്ട് ചെയ്യുന്നേ. അപ്പൊ അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കും. ഇതൊക്കെ പുതിയ ഓഡിയൻസ് ആണ്, എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ RP ഉണ്ടെന്ന് കണ്ടിട്ടില്ല ഇതുവരെ. എടാ ലൈറ്റ് ഓൺ ആക്കിയടാ, എനിക്ക് ഒന്നും കാണുന്നില്ല. ചിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് വേണ്ടിയിട്ട് ഈ ചാറ്റ് ഇമോട്ടള്ളി ആക്കല്ലേടാ. ഏതെങ്കിലും കുറച്ച് അമ്മമാർ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഇമോട്ടള്ളി ആക്കല്ലേടാ. ബാക്കി ഇത് കണ്ടോണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഇത് മോഡറേറ്റേഴ്സ് എന്തിനാ ഇത് ചെയ്യണേ? ഞാൻ ഇതാ ചോദിക്കണേ. ഇതൊരു ലൂപ്പാണേ. വഴിയറിയില്ലേ നിനക്ക്? അറിയാം. പുറത്തോട്ട്
അങ്ങനത്തെ വല്ലതും കൊണ്ടിട്ടാ മതി. എടാ ഇത് ഇവിടെ EMS വരില്ലല്ലോ ഈ മാപ്പിന്റെ വേരിലൊക്കെ ചെയ്യും, വേരിലൊക്കെ ചെയ്യൊക്കെ. വരുമോ ബട്ട് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാ വരാറുണ്ട്. നേരത്തെ ഒരു ഇവിടെ അടി അതേ ഓടി കിടക്കണം. അതൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വീണ്ടും വരുന്നേ? അവരെന്തേലും അടിച്ചോട്ടറാ. എന്തിനാ നമ്മൾ അമ്മാരെ ഉപദ്രവിക്കാൻ പോണം? അമ്മാരെ കാര്യം കഴിക്കട്ടെ. ഇല്ലടാ വേണ്ട. എന്തിനാ നമുക്കിപ്പോ എവിടെ നിൽക്കാം? എവിടെ ഫുൾ ഫൈറ്റ് ആണല്ലോ. എവിടെ തൊട്ടാലും ഇതാ വെറുതെ അതിനകത്ത് നമ്മുടെ ഇതാക്കണ്ട. കുറച്ചുകൂടെ മാറിപ്പോ. അല്ലേ വേണ്ട, നമുക്ക് അപ്പുറത്തോണ്ട് കുറച്ച് അപ്പുറത്തോണ്ട് നമുക്ക് ഇവനെ ഇതാക്കിട്ട് വരാം. വാ വാ വാ. മാപ്പിന്റെ ബ്രിഡ്ജിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ പക്ഷേ നമ്മൾ ഡെഡ് ക്യാരി ചെയ്താലേ ഇവര് പൊക്കോ? അല്ല ബ്രിഡ്ജിന്റെ അവിടെ കൊണ്ടുപോയിടാം. അവിടെ ഏരിയയിൽ വല്ല കൊണ്ടുവിട്ടാ മതി. ഏരിയ കൊണ്ടുപോയി നോക്കി ഓടിക്കട്ടോ. അവിടെ ഫൈറ്റ് ഇടയ്ക്കാണ്. നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കും. അതിന് നിങ്ങളിപ്പോ എന്തിനാ അത് പറഞ്ഞില്ല ഇതായിട്ട് കാണേണ്ട കാര്യം? നോക്കി വരണോ? അല്ലെങ്കിൽ വിളിച്ചു പറയണ നമ്പർ ഉണ്ടല്ലോ. വഴിയില്ല. നമ്മുടെ മറ്റേ വണ്ടി പുറകിലുണ്ടോ? ഇട്ടിട്ട് പോകണ്ടല്ലോ. ഇട്ടോന്ന് ആ